Hi everyone, good morning and welcome back to our physics class. So, till now we have discussed about light vision and about our eyes and other things we have discussed in this chapter. And here we have to find how we can care our eyes. It is an important thing that we need to take care of our eyes, right? Eyes or sense organ that gives us the sense of vision, right? So, our eyes protect it is necessary to protect our eyes, right? Okay. So, what are the ways to protect our eyes, or what we need to do to protect our eyes? What are the measures that we have to take? Okay, so it is necessary that you take proper care of your eyes, and if there is any problem, you should go to an eye specialist and have a regular checkup. So, നമ്മൾ ഐസിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇച്ചിങ്ങൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സെൽഫ് ഡോക്ടർ ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്. സോ ഐസ് ആർ ദ മോസ്റ്റ് സെൻസിറ്റീവ് ഓർഗൻസ്. ഓക്കെ, സോ ഐസിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ സെൽഫ് ഡോക്ടേഴ്സായി എന്തെങ്കിലും നാടൻ വൈദ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസൈറ്റ് വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഐ ഷുഡ് ഹാവ് there should be proper care on our eyes. Okay, സോ ഐസ് നമ്മൾ പ്രോപ്പർ കെയർ തന്നെ കൊടുക്കണം. ഒരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി അല്ലെങ്കിൽ ആരെങ്കിലും മിസ്ലീഡ് ചെയ്ത് നമ്മൾ സെൽഫ് ഡോക്ടറിങ് ഒന്നും അവിടെ ഐസിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാനേ പാടില്ല. നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ അങ്ങനെ നമ്മൾ സെൽഫ് ഡോക്ടേഴ്സ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഐസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയ ഓർഗൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെക്കപ്പ് എടുക്കുക ആൻഡ് ഒരു സ്പെഷ്യലിസ്റ്റിനെ ഐ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, സോ if advised, use the suitable spectacles. So, if we feel any difficulty while seeing the objects, or if we feel any difficulty in vision, we have to go to an eye specialist. And if they refer or if they prefer any spectacles having some power or lenses, then we have to use that spectacles. Okay, നമ്മുടെ ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഐ ചെക്ക് ചെയ്യും ആൻഡ് നമ്മുടെ വിഷൻ നമ്മുടെ പവറിനെന്തെങ്കിലും നമ്മുടെ ഐസൈറ്റിന്റെ പവറിനെന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ഡിഫക്ട്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റീവ് ലെൻസസ് പ്രിസ്ക്രൈബ് ചെയ്യും. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ലോങ് സൈറ്റ് ആൻഡ് ഷോർട്ട് സൈറ്റ്, റൈറ്റ്? സോ ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റും, ബട്ട് ഷോർട്ട് അടുത്തുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റില്ല, റൈറ്റ്? സോ ലോങ് സൈറ്റ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് hypermetropia. It is spelled in the last class. It's not hypermyopia, it's hypermetropia. Okay, so hypermetropia and myopia is short sight. Okay, so short sight long sight ഒക്കെ നമ്മൾ സ്പെക്ടാക്കിൾസ് കറക്റ്റീവ് ലെൻസസ് വിയർ ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഓൺലി ബൈ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഐ സ്പെഷ്യലിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം സ്പെക്ടാക്കിൾസ് വിയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ too little or too much light is bad for eyes, and insufficient light cause eye strain and headaches. So too much light like that of the sun and powerful lamp or a laser torch can injure the retina. So high power, high intense ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ ഐസിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയെ അത് ഡാമേജ് ചെയ്യും. സോ റെറ്റിനയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കോൺ സെൽസ് അല്ലെങ്കിൽ റോഡ് സെൽസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഐസൈറ്റിൽ അത് വളരെ വലിയ പ്രോബ്ലം ആയിട്ട് വരും. ഓക്കെ, സോ റെറ്റിന അല്ലെങ്കിൽ അവിടെയുള്ള സെൽസ് മേജർ റോൾ പ്ലേ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിഷൻ ക്ലിയർ ആവാൻ വേണ്ടി. ഓക്കെ, സോ ഹൈ ഇൻറ്റൻസ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് റെറ്റിനയിലെ സെൽസിനെ ഹാർംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഹൈ ഇൻറ്റൻസ് ലൈറ്റിൽ നിന്ന് നമ്മുടെ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ലോ ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ അതുപോലെ ടു മച്ച് ലിറ്റിൽ ലൈറ്റ് ഉള്ളെങ്കിൽ അവിടെ നമ്മൾ ഓവർ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും നമ്മുടെ ഐസിന്. ഓക്കെ, ഒരു നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ലൈറ്റുള്ള ഒരു സ്പേസിൽ നിന്ന് മാത്രമേ നമ്മൾ റീഡിങ് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഹൈ ലൈറ്റും നമ്മുടെ കണ്ണിന് ദോഷമാണ്. അതുപോലെ ലോ ലൈറ്റും
വെരി ലോ ലൈറ്റ് ഡിം ലൈറ്റും കണ്ണിന് ഓവർ സ്ട്രെയിൻ അതുപോലെ ഹെഡേക്ക് ഒക്കെ ഉണ്ടാക്കാനും കാരണമാകും. റൈറ്റ്? Okay, so do not look at the sun or a powerful light directly. So sun നിന്ന് വരുന്ന ലൈറ്റ് ഒരു പവർഫുൾ ലൈറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ സണ്ണിൽ നിന്ന് UV ലൈറ്റ്സ് മേ ബി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. ഓക്കെ, സോ അതെല്ലാം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത് ഡയറക്റ്റ്ലി വന്ന് പതിക്കുന്നത് ഹാർംഫുൾ ആണ്. ഓക്കെ, സോ it is not advised to look at the sun or a powerful light directly. And never rub your eyes. If particles of dust go into your eyes, wash your eyes with clean water. If there is no improvement, go to a doctor. So it is a normal thing that we all do all these things, right? That means we rub our eyes when something is something fell on our eyes, right? നമ്മൾ ഡസ്റ്റ് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ റബ്ബ് ചെയ്യും, റൈറ്റ്? സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി അഡ്വൈസ്. നമ്മൾ റബ്ബ് ചെയ്യാൻ പാടില്ല, കാരണം അത്രയും സോഫ്റ്റ് സ്കിന്നാണ് നമ്മുടെ സോഫ്റ്റ് സെൽസാണ് നമ്മുടെ ഐസിനുള്ളിലുള്ളത്. സോ നമ്മൾ റബ്ബ് ചെയ്യുന്നതാണ് ആ സ്മോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഈ കണ്ണിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തട്ടി അവിടെ വിള്ളൽ അല്ലെങ്കിൽ അവിടെ ഇഞ്ചറി ഉണ്ടാക്കാൻ കാരണമാകും. സോ ആ ഇഞ്ചറി കണ്ണിനുള്ളിലേക്ക് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐസൈറ്റിനെ അത് ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. Okay, so never rub your eyes if particles of dust go into your eyes, and wash your eyes with clean water. If there is no improvement, go to a doctor. So നമ്മൾ ഐസ് നല്ല ക്ലീൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ ഓർ ഐ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ആൻഡ് വാഷ് യുവർ ഐസ് ഫ്രീക്വൻ്റ്ലി വിത്ത് ക്ലീൻ വാട്ടർ. സോ ക്ലീൻ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐസ് വാഷ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും നമ്മുടെ ഐസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പോവാൻ നമ്മൾ ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഒരു 2 or 3 times ഒക്കെ നമ്മൾ പെർ ഡേ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, so wash your eyes frequently with clean water and always read at a normal distance for vision, and do not read by bringing the books too close to your eyes or keep it too far. So നമ്മളൊരു മിനിമം ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വേണം നമ്മൾ റീഡിങ്ങിന് ബുക്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു മിനിമം ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വേണം നമ്മൾ റീഡ് ചെയ്യാൻ. അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിൽ നമ്മൾ ഒരുപാട് ടൈം മൊബൈൽ ഫോൺസിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ കണ്ണിന് വളരെ ഹാർംഫുൾ ആണ്. സോ റീഡിങ് പർപ്പസിന് നമ്മൾ നോർമൽ ബുക്സ് ആണെങ്കിലും ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യാൻ. ഒരുപാട് ലോങ് ആയിട്ടും ഒരുപാട് ഷോർട്ട് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് അടുത്തും വെച്ച് വായിക്കാൻ പാടില്ല. അത് നമ്മുടെ ഐസിനെ ഹാർംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ ഐസിൻ്റെ പ്രോപ്പർ കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ യു ലേൺ അബൌട്ട് ബാലൻസ് ഡയറ്റ് ഇൻ class 6, and if food is deficient in some components, I may also suffer. Lack of vitamin A in foodstuff is responsible for many eye troubles, and most common amongst them is night blindness. So night blindness ഉണ്ടാകുന്നതാണ് അത് നമുക്ക് കളർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. So it is caused due to the deficiency of vitamin A. നമ്മൾ വൈറ്റമിൻ എ ഫുഡിൽ നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ്, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് വൈറ്റമിൻ റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണ് വരിക? നമ്മുടെ എഗ് സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച്, ലെമൺ അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ്, ഇതെല്ലാം വൈറ്റമിൻ എ റിച്ച് ഫുഡ്സ് ആണ്. നമ്മൾ നോർമലി നമ്മുടെ പാരൻസ് ഒക്കെ നമ്മളോട് പറയും ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ, പച്ചക്കറി കഴിക്കാനൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലേ? സോ ഇതൊക്കെ എന്തിനാണ്? വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് ഈ ഗ്രീൻ ലീവ്സ്, അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ്, എഗ്സ്, ഓറഞ്ച്, ലെമൺ ഒക്കെ. ഓക്കെ, സോ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിന് ഐസൈറ്റ് മോർ പവർഫുൾ ആക്കാൻ സഹായിക്കും. ഓക്കെ, സോ what should therefore include in a diet component which have vitamin A? Raw carrots, broccoli, like a cauliflower പോലത്തെ ഒരു വെജിറ്റബിൾ ആണ് ബ്രോക്കോളി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ
So, and green vegetables such as spinach and cod liver oil and cod liver oil is rich in vitamin A. Eggs, milk, curd, cheese, butter, and fruits such as papaya and mango are also rich in vitamin A. So, vitamin A rich ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐസൈറ്റ് കൂടുതൽ ഷാർപ്പ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഏതൊക്കെയാണ് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്? റോ carrots ഉണ്ട്, broccoli and green vegetables and cod liver oil are rich in vitamin A. Also eggs, milk, curd, cheese, butter, fruits ആയിട്ടുള്ള പപ്പായ, മാംഗോ, അതുപോലെ ഓറഞ്ച്, ലെമൺ, ഇതൊക്കെ വൈറ്റമിൻ എ വെച്ചുള്ള റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഐ പ്രോബ്ലംസ്, ഐസൈറ്റിൻ്റെ പ്രോബ്ലംസ് ഓൾമോസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്? ഓക്കെ, സോ ദീസ് ആൾ കെയർ ഷുഡ് ബി ഗിവൺ ടു അവർ ഐസ്. റൈറ്റ്? ഓക്കെ, സോ നമ്മൾ ഐസിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഐസിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഐസ് എങ്ങനെ പ്രോപ്പർ കെയർ, ഐസിന് എങ്ങനെ പ്രോപ്പർ കെയർ കൊടുക്കാൻ നമ്മൾ കണ്ടു. Right? Okay, next we have to study about visually challenged persons. Right? So visually challenged persons, you will have seen many visually challenged persons. We see a lot of persons that they do not have ability to see things around them. Right? They are visually challenged persons. Right? Okay. Some of them may lose their eyesight during any accidents or something like that, or some of them may do not have eyesight by birth. Okay, so ഇത്തരം പേഴ്സൺസിനെ, ഇത്തരം സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള, വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, how they manage to do all the activities, day-to-day activities. We have eyesight and we do reading and doing something, and that all things, what are the things we doing in a ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഐസൈറ്റ് ഇല്ലാത്തവരെങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ദാറ്റ് ആർ തിങ്സ് വി ഹാവ് ടു ഡിസ്കസ്. റൈറ്റ്? ഇൻ കേസ് ഓഫ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിൻ്റെ കേസിലാണെങ്കിൽ ദേ ഹാവ് സ്പെഷ്യൽ സിസ്റ്റം. റൈറ്റ്? റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കാര്യത്തിലാണെങ്കിൽ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസിന് ഒരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, സോ അത് ഈ ബ്രെയിനി എന്ന് പറയും ആ സ്പെഷ്യൽ സിസ്റ്റത്തിന്. Right? Okay, so we can go through your textbook. It is given in your textbook. And some persons include children can be visually handicapped and they have very limited vision to see things. And some persons cannot see all since birth. And some persons may lose their eyesight because of a disease or some accidents or any other cases, and such persons try to identify things by touching and listening to voices more carefully, and they develop their other senses more sharply. So eyesight ഇല്ലാത്തവർ അല്ലെങ്കിൽ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് ബാക്കി സെൻസുകളൊക്കെ മോസ്റ്റ്ലി ബാക്കി സെൻസുകളെല്ലാം, അതായത് ഹിയറിംഗ് പവർ, ടച്ചിങ് സെൻസ്, അതുപോലെ ടേസ്റ്റിംഗ് സെൻസ്, ഇതെല്ലാം ഷാർപ്പായിരിക്കും. ഓക്കെ, so however additional resources can enable them to develop their capabilities further. So day-to-day activities എല്ലാം അവർ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ലെവൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അതിനായിട്ടുള്ള റിസോഴ്സസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസിൻ്റെ, നോൺ ഒപ്റ്റിക്കൽ ടൈപ്പ് റിസോഴ്സസും അതുപോലെ ഒപ്റ്റിക്കൽ എയ്ഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മോഡേൺ സൊസൈറ്റിയിൽ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസും നമ്മുടെ നോർമൽ പേഴ്സൺസിൻ്റെ ഒപ്പം തന്നെ എല്ലാ അച്ചീവ്മെൻറ്റ്സും സ്വന്തമാക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ബ്രെയിലി സിസ്റ്റമാണ് ഇപ്പോൾ പ്രസൻ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസൻ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിലി സിസ്റ്റമാണ്. ഓക്കെ, സോ ദ മോസ്റ്റ് പോപ്പുലർ റിസോഴ്സ് ഫോർ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺ ഈസ് ബ്രെയിലി. Right? So Louis Braille himself, a visually challenged person, developed a system for visually challenged persons and published in 1821. So 1821 ഈ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന ഒരു ലൂയിസ് ബ്രെയിലി ആണ് ഈ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസിനുള്ള ബ്രെയിലി സിസ്റ്റം
കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ ബ്രെയിലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ പ്രസന്റ് സിസ്റ്റം വാസ് അഡോപ്റ്റഡ് ഇൻ 1932 and there is a Braille code for common languages, mathematics and scientific notations. Many Indian languages can be read using Braille system. So 1921 Braille കൊണ്ടുവന്നതാണെങ്കിലും ആ സിസ്റ്റത്തിൽ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബ്രെയിലി സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് കോഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്സ് അതുപോലെ സയന്റിഫിക് നൊട്ടേഷൻസ് കോമൺ ലാംഗ്വേജസ് എല്ലാം ഈ ബ്രെയിലി സിസ്റ്റം വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബ്രെയിലി സിസ്റ്റത്തിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പേജ് നമ്പർ 209 തന്നിട്ടുണ്ട്. സോ വാട്ട് ആർ ദേ? ബ്രെയിലി സിസ്റ്റം ഇറ്റ് ഈസ് ആക്ച്വലി എ 6-dot system ആണ്. Braille system has 63 dot patterns or characters. Okay, so Braille system is a 6-slot system. Okay, 1 2 3 4 5 1 2 3 4 5 6 ഈ 6 slots ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഡോട്ട്സ് കൊടുത്തിട്ടാണ് ഓരോ ലെറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്ന ഇതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. ഓക്കെ, ഈ ഒരു സ്ലോട്ട്സ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ക്യാറ്റ് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ഈ 6 സ്ലോട്ടില് 2 സ്ലോട്ട്സ് ഈ ഡോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സി എന്ന് പറയുന്ന ലെറ്റർ, ഇവിടെ എ എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, ആൻഡ് എ ക്യാറ്റ്. ടി എങ്ങനെയാണ് വരിക? ടി ടിയുടെ ഫസ്റ്റ് സ്ലോട്ട് മാത്രമാണ് മെക്കാനിസം. ബാക്കി ഇവിടെ 1 2 5 ഡോട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ സോറി ഇവിടെ റൈറ്റ്. ഓക്കെ, സോ ടിയുടെ പാറ്റേൺ ആണിത്. This C, this A, and this is C. So, eventually, children can touch this Braille system, and they can clear or they can get the idea. This C, and here A, and here T. Okay. So they can read it as cat. Cat is the white letter, right? So A is the letter, and B just 2 dots are made. Baki remaining 4 dots they can add it to the Braille system. B and the C you can see like this. Okay, and D also I can write here D. Okay, so this is the Braille system. Different alphabets എഴുതുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഒരു 6 സ്ലോട്ട് പാറ്റേൺ ആയിരിക്കും. അതിൽ നോട്ട്സ് അവർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഈ ആൽഫബറ്റ്സ് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ Braille system has 63 dot patterns or characters, and each characters represent a letter, a combination of letters, a common word or a grammatical sign. Dots are arranged in cells of 2 vertical rows of 3 dots each. Okay, so then നിങ്ങൾക്ക് ഡിഫറെന്റ് ഡോട്ട്സ് കാണാവുന്നതാണ്. Okay, so dots are arranged in cells of 2 vertical rows. ഇതാണ് 2 vertical rows, 3 dots each ആയിട്ട് കാണാം. Okay, right, 1 2 3 2 vertical dots 3 each ആയിട്ട് കാണാം. A pattern of dots to represent some English letters and some common words are shown below. So cat and ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കോമ ഡിഫറെന്റ് സൈൻസിനും ഇവർക്ക് നമ്മുടെ കോമ സ്ലാഷ് ആൻഡ് ഇതൊക്കെ ഇവർക്ക് സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, സോ ആൻഡ് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കോമ എങ്ങനെയാണെന്നും കാണിച്ചിട്ടുണ്ട്. റൈറ്റ്, സോ ദീസ് പാറ്റേൺസ് when embossed on a Braille sheet help visually challenged persons to recognize words by touching to make them easier to touch. The dots are raised slightly.
Okay, so the touch മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡോട്ട്സ് സ്ലൈറ്റ്ലി നമ്മൾ ലെറ്റർ ഓരോ വേർഡ്സും അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റ് എഴുതുമ്പോൾ ഈ ഡോട്ട്സ് സ്ലൈറ്റ് ആയിട്ടൊന്ന് ബൾജ് ചെയ്ത് പുറത്തോട്ട് നോക്കാം അവർ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദേ ക്യാൻ റീഡ് ഓൾ ദാറ്റ് ഗിവൺ ഇൻ ദാറ്റ് ബ്രെയിലി ഷീറ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി വായിക്കാൻ ഈ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസിന് സാധിക്കും. ഓക്കെ, so visually challenged people learn the Braille system by beginning with the letters. So letters ലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. then comma and അതുപോലുള്ള സിംബൽസ് അതുപോലെ സയന്റിഫിക് നൊട്ടേഷൻസ് എല്ലാം ഈ ബ്രെയിലി ലാംഗ്വേജിൽ വരുന്നുണ്ട്. then special characters and letter combination and methods depend upon recognition by touching, and each characters has to be memorized, and Braille text can be produced by hand or by machine. Typewriter-like devices and printing machines have now been developed, that is to make these Braille languages. Okay, so Braille language നമ്മൾ ഈ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള സെൻസസ് ഒക്കെ മോർ ഷാർപ്പായിരിക്കും. സോ ഇവർ ഈ ഓരോ സയൻസും അതുപോലെ ഓരോ നൊട്ടേഷൻസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് വായിച്ച് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ അതിനെല്ലാം ക്യാപബിലിറ്റി ഉള്ളവരായിരിക്കും വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ that is about Braille language, and some other not only Braille language, some other aids are there for supporting these visually challenged persons. Okay, so what are the resources? The resources can be of two types: non-optical aids and optical aids. Optical aids and non-optical aids. Non-optical aids include visual aids and tactile aids and auditory aids and electronic aids. So the auditory aids and visual aids touching sense കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാമാണ് നോൺ ഓഡിറ്ററി എയ്ഡ്സിൽ വരുന്നത്. സോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ മാഗ്നിഫൈ വേർഡ്സ് and can provide suitable intensity of light and material at proper distances. And tactile aids include Braille writer, slate and stylus. നമ്മൾ ടേപ്പ് റെക്കോർഡർ പോലുള്ള ഈ റെക്കോർഡിങ്സ് ഒക്കെ ഉപയോഗിച്ച് ഉള്ള റൈറ്റിംഗ്സിനൊക്കെയാണ് ഈ സ്റ്റൈലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബ്രെയിലി ലാംഗ്വേജ് വരുന്നത് ഈ ടച്ചൽ എയ്ഡിലാണ്. ടച്ചൽ എയ്ഡ് മീൻസ് ടച്ചിങ് വഴി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി, യൂസിങ് ദ സെൻസ് ഓഫ് ടച്ച്. ഓക്കെ, ആൻഡ് help the visually challenged persons in taking notes, recording and writing. And auditory aids include cassettes, tape records, taking books and talking books and other such devices. And electronic aids such as talking calculators are also available for performing many computational tasks. Okay, so visually challenged persons ആണെങ്കിൽ അവർക്ക് ഹിയറിംഗ് പവറൊക്കെ കൂടുതലായിരിക്കും. സോ ഹിയറിംഗ് പവർ വെച്ചിട്ട് ഈ സ്പോക്കി കാൽക്കുലേറ്റർ അതുപോലെയുള്ള ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് മാത്തമാറ്റിക്സ് അതുപോലെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇലക്ട്രോണിക് എയ്ഡ്സിൽ വരുന്നതാണ് ഈ ടോക്കിംഗ് കാൽക്കുലേറ്റേഴ്സ് അതുപോലെയുള്ള ഡിവൈസുകളൊക്കെ. ടോക്കിംഗ് കാൽക്കുലേറ്റേഴ്സ് പോലെയുള്ള ഡിവൈസൊക്കെ ഇലക്ട്രോണിക് എയ്ഡ്സിൽ വരുന്നതാണ്. സോ closed circuit television also an electronic aid, and enlarges printed materials with suitable contrast and illumination. Nowadays use of audio CDs and voice boxes with computers are also very helpful for listening to and writing the desired text. So nowadays നമ്മൾ modern world ഈ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് എയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക് എയ്ഡ്സ് ആണെങ്കിലും അതുപോലെ ടച്ചൽ എയ്ഡ്സ് ആണെങ്കിലും ഒരുപാട് എയ്ഡ്സ് ഇന്നത്തെ കാലത്ത് വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നതാണ്. ഒപ്റ്റിക്കൽ എയ്ഡ്സ് ഇൻക്ലൂഡ് ബൈഫോക്കൽ ലെൻസസ് ആൻഡ് കോൺടാക്ട് ലെൻസസ് ആൻഡ് tinted lenses and magnifiers and telescopic aids. So ഈ ഒപ്റ്റിക്കൽ എയ്ഡ്സിൽ വരുന്നത്
ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്ര സൂട്ടബിൾ ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ബൈ ബർത്ത് ഒക്കെ ബ്ലൈൻഡ്നെസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ലെൻസസ് ഒന്നും വെച്ച് അത്ര പ്രോപ്പറായിട്ട് അവരുടെ വിഷൻ റീഗെയിൻ ചെയ്യാൻ സാധ്യമല്ല. ബട്ട് വിഷ്വലി ചലഞ്ചഡ് പേഴ്സൺസിൽ നമുക്ക് ഈ വിഷൻ കുറഞ്ഞ അല്ലെങ്കിൽ മങ്ങിയ കാഴ്ചയുള്ളവരെ അല്ലെങ്കിൽ കാഴ്ചക്ക് ഡിഫോമിറ്റി അല്ലെങ്കിൽ ഡിഫക്ട്സ് ഓഫ് വിഷൻ വന്നവരെ നമ്മൾ ഈ വിഷ്വലി ചാലഞ്ചഡ് പേഴ്സൺസിന്റെ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അത്തരം പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിഫക്ട്സ് ഓഫ് വിഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഓപ്റ്റിക്കൽ എയ്ഡ്സ് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ദാറ്റ് ഈസ് include bifocal lenses, contact lenses, untinted lenses, magnifiers and telescopic aids are optical aids. Okay. And while the lenses combination are used to rectify visual limitations and telescopic aids are available to view chalkboard and class demonstrations. So telescopic aid use ചെയ്തിട്ട് എന്താണ് ചോക്ക് ബോർഡ് ആൻഡ് ക്ലാസ് ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കാണാനും അത് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, സോ ഈ വിഷ്വലി ചലഞ്ച്ഡ് പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏതെല്ലാം എയ്ഡ്സ് ആണ്? ഒപ്റ്റിക്കൽ എയ്ഡ്സിൽ ഇതുപോലെയുള്ള ബൈഫോക്കൽ ലെൻസുകൾ, അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസുകൾ, ടിൻറ്റഡ് ലെൻസ്, മാഗ്നിഫയേഴ്സ്, ടെലിസ്കോപ്സ്, ടെലിസ്കോപ്പിക് എയ്ഡ്സ് ഒക്കെ ഒപ്റ്റിക്കൽ എയ്ഡ്സിൽ വരുന്നു. അതുപോലെ ടെക്സ്ചൽ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, അതൊക്കെ ഓഡിറ്ററി എയ്ഡ്സ് എല്ലാം നോൺ ഒപ്റ്റിക്കൽ എയ്ഡ്സിൽ വരുന്നതാണ്. അതെല്ലാം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഓഡിറ്ററി എയ്ഡ്സ് അല്ലെങ്കിൽ ഓഡിറ്ററി എയ്ഡ്സ്, അതുപോലെ തന്നെ ടെക്സ്ചൽ എയ്ഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോൺ ഒപ്റ്റിക്കൽ എയ്ഡ്സിന് വരുന്നത്. ഒപ്റ്റിക്കൽ എയ്ഡ്സിനാണെങ്കിൽ കുറച്ചൊരു ഡിഫക്ട്സ് ഓഫ് വിഷൻ ഉള്ളവരെ, അതുപോലെ ബൈ ബർത്ത് അല്ലാതെ നമ്മൾ ആക്സിഡൻ്റലി ഐസൈറ്റ് നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളവരിലൊക്കെ നമുക്ക് ഈ ഒപ്റ്റിക്കൽ എയ്ഡ്സ് കൂടുതൽ ഉപയോഗം ഹെൽപ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, സോ that is about visually challenged person. And some visually challenged Indian have great achievements to their credit. Diwakar, a child prodigy, has given amazing performances as a dancer, and Ravindra Jain won completely visually challenged and obtained his Sangeet Prabhakar degree from Allahabad, and he has shown his excellence as a lyricist, singer and music composer. So visually challenged persons ആണെങ്കിലും ഒരുപാട് എന്തെങ്കിലും ചലഞ്ച് ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരെ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മൈൻഡുള്ളവരെ കൂടുതൽ ഉയരങ്ങളിലെത്തുള്ളൂ. സോ ഈ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസ് ഒരുപാട് അച്ചീവ്മെന്റ്സ് വാങ്ങിയ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ വേൾഡിലാണെങ്കിലും ഒരുപാട് പേര്. Okay, so some of them are listed in your textbook. That is, one of them is Ravindra Jain. He was born completely blind or completely visually challenged, and obtained his Sangeet Prabhakar degree from Allahabad, and he was shown his excellence as a lyricist and singer and a music composer. So lyricist ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ ലിറിക്സ് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വി കനോട്ട് ഇമാജിൻ ദാറ്റ്. നമ്മൾ എല്ലാ സെൻസസും പ്രോപ്പറായി വർക്ക് ചെയ്ത് നമ്മൾ ഒന്നിനും എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാണ് നമ്മളൊന്നും എവിടെ അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലൊന്നും നമ്മൾ ഷൈൻ ചെയ്യപ്പെടാൻ പറ്റാത്തത്. ഓക്കെ, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സൺ ലിറിസിസ്റ്റായി അല്ലെങ്കിൽ കമ്പോസറായി സിംഗറായി കഴിഞ്ഞാൽ അത്രത്തോളം എഫേർട്ട് അത്തരം പേഴ്സൺസ് അതിൽ എടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ Lal Advani himself visually challenged established an association for special education and rehabilitation of disabled in India. Besides this, he represented India on Braille problems in UNESCO. And Helen A. Keller, an American author and a lecturer, is perhaps the most well-known and inspiring visually challenged person, and she lost her sight when she was only 18 months old. But because of her resolve and courage, she could complete her graduation
from a university, and she wrote number of books including the story of my life. So Helen Keller എന്ന് പറയുന്ന ഒരു റൈറ്റർ, അവർക്ക് 18 months ആകുമ്പോൾ അവരുടെ വിഷൻ നഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് അവരൊരു റൈറ്റർ ആയിരുന്നു. റൈറ്റ്? ഓക്കെ, സോ she completed her graduation from a university, and she wrote a number of books including the story of my life. Story of my life എന്ന ഒരു ബുക്ക് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെലൻ കെല്ലർ എന്നാണ്. ഓക്കെ, സോ ഇത്തരം പേഴ്സൺസ്, ഈ വിഷ്വലി ചാലഞ്ച് ആയിട്ടുള്ള പേഴ്സൺസ് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയ ഒരുപാട് പേഴ്സൺസ് നമുക്കിടയിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ. ഓക്കെ, so that is about the visually challenged persons and the resources or the aids to promote these visually challenged persons amongst the others. So visually challenged persons ആണെങ്കിൽ എന്തൊരു ഡിഫോമിറ്റീസ് ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ ഈ മോഡേൺ സൊസൈറ്റിയിൽ, നമ്മുടെ മോഡേൺ വേൾഡിൽ അവർക്കെല്ലാം കൂടുതൽ അച്ചീവ്മെന്റ്സ് നൽകാൻ വേണ്ടിയിട്ട് അത്രത്തോളം നമ്മുടെ സയന്റിഫിക് വേൾഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അത്തരം ഒരുപാട് എയ്ഡ്സ് ഇത്തരം ചലഞ്ചഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. റൈറ്റ്? ഓക്കെ, ആൻഡ് till now we have discussed about human eyes and that problems associated with our vision and others. Now we have to look at a small look into the other animals and about their eyes and vision. Okay, so animals have eyes shaped in different ways. So most നമ്മുടെ ഹ്യൂമൻ ഐസ് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും, അത് ഓൾമോസ്റ്റ് എല്ലായിട്ടും ഷേപ്പിലൊന്നും ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് ആനിമൽസിന്റെ കേസിൽ ആനിമൽ ഐ ഷേപ്ഡ് ഇൻ ഡിഫറെന്റ് വേസ്. ഓക്കെ, സോ ഐസ് ഓഫ് എ ക്രാബ് are quite small, but they enable the crab to look all around. So ഒരു ക്രാബിന്റെ ഐസ് എന്ന് പറയുന്നത് എല്ലായിടത്തും റൊട്ടേറ്റ് ചെയ്ത് നോക്കാൻ ഫുൾ അറൗണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഐസ് ആയിരിക്കും ഒരു ക്രാബിനുണ്ടായിരിക്കുക. ആൻഡ് ഐസ് ഓഫ് എ ക്രാബ് ആർ ക്വൈറ്റ് സ്മാൾ, ബട്ട് ദേ enable the crab to look all around. And so the crab can sense even if the enemy approaches from behind. So ബാക്കിലും കണ്ടിട്ട് നമുക്ക് പറയുന്നത് നമ്മൾ, സോ ഈ എനിമീസ് ബാക്കിലൂടെ വന്നാലും അവരെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ബട്ടർഫ്ലൈസ് ഹാവ് ലാർജ് ഐസ് ദാറ്റ് seem to be made up of thousands of little eyes, and they can see not only in the front and the sides but the back as well. So നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒമാറ്റിഡിയം എന്നൊക്കെ. ഈ ഒമാറ്റിഡിയം ആണ് ഇൻസെക്ട്സിന്റെ ഐസിന് ഒമാറ്റിഡിയം എന്നാണ് പറയുക. ഒമാറ്റിഡിയം മീൻസ് എ നമ്പർ ഓഫ് ഐസ്, ലാർജ് നമ്പർ ഓഫ് ഐസ് കൂടി ചേർന്നിട്ടാവും അവരുടെ ഐ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അതാണ് നമ്മുടെ ബട്ടർഫ്ലൈസിന്റെ ഐസും ഈ ഒമാറ്റിഡിയത്തിൽ വരുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, സോ ദേ ക്യാൻ സീ നോട്ട് ഓൺലി ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ സൈഡ്സ് ബട്ട് ദ ബാക്ക് ആസ് വെൽ. സോ സൈഡ്സിലും ബാക്കിലും എല്ലാം അവർക്ക് വിഷൻ പോസിബിൾ ആണ് because of this large number of eyes. That is, it is made up of thousands of little eyes, right? And night bird, you know, it is owl, right? Munga can see very well in the night, but not during the day. So owl is a special type of animal that they cannot see the things in light. Light means during daytime they do not have any vision, but in night they have vision. Okay, so a night bird can see very well in the night but not during the day. On the other hand, daylight birds like kite, eagle can see well during the day but not in the night. The owl has a large cornea and a large pupil to allow more light in its eye, and also it has on its light in its eye. Okay, and also it has on its retina a large number of rods and only a few cones. The day birds on the other hand have more cones and fewer rods. So constants ആണ് നമ്മുടെ കളർ ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കളർ കാണുന്നത് നമ്മുടെ കോൺസെൻസിന്റെ പ്രസൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
സോ ഡേ ടൈമിൽ കൂടുതൽ ഷാർപ്പായിട്ടുള്ള വിഷനുള്ള ആനിമൽസിന് കോൺസെൽസ് കൂടുതലായിരിക്കും. ആൻഡ് നൈറ്റിലാണ് നൈറ്റ് വിഷൻ കൂടുതലുള്ള ബേർഡ്സിലാണെങ്കിൽ എന്തായിരിക്കും, റെറ്റിന ഹാസ് എ ലാർജ് നമ്പർ ഓഫ് റോഡ്സ് ഓൺലി ഫ്യൂ നമ്പർ ഓഫ് കോൺസ്. അതുകൊണ്ടാണ് അവർക്ക് ഡേ ടൈമിൽ വിഷൻ പോസിബിൾ അല്ലാത്തത്. കോൺസെൽസ് ഉണ്ടെങ്കിൽ അത് ഡേ ടൈമിൽ വിഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ ഓൾസിന് എന്താണ്, റോഡ് സെൽസ് ആണ് കൂടുതലുള്ളത്. റെറ്റിനയിൽ റോഡ് സെൽസ് ആണ് നമ്പർ കൂടുതലുള്ളത്. സോ ദേ ഹാവ് വിഷൻ at night. Okay, so this is something about the eyes of animals, some animals. Okay, so omatida എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഐസിന്റെ ഒരു കളക്ഷൻ ആണ് omatida എന്ന് പറഞ്ഞാൽ. മോസ്റ്റ് ഇൻസെക്ട്സിലും അതുപോലെ ബട്ടർഫ്ലൈ അതുപോലുള്ള പിന്നെ ഡ്രാഗൺ ഫ്ലൈസിലൊക്കെ ഈ omatida ആണ്. അതുപോലെ ബീസ്, ഹണി ബീ, അതിലൊക്കെ ഈ omatida അവരുടെ ഐസ് omatida ലാർജ് നമ്പർ ഓഫ് ഐസ് കൊണ്ടാണ് ആ സിംഗിൾ ഐ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരുപാട് സ്പേസിൽ അവർക്ക് വിഷൻ പോസിബിൾ ആവും. ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും ഒക്കെ വിഷൻ പോസിബിൾ ആവുന്നത് അതുകൊണ്ടാണ്. സ്മാൾ ഐസ് ആയിരിക്കും, ബട്ട് ആ സ്മാൾ ഐസിന്റെ ഒരു കണക്ഷൻ ആയിട്ടാണ് അവരുടെ ഐ വരുന്നത്. സോ ദേ ക്യാൻ സീ ഓൾ അറൗണ്ട്. ഓക്കെ, അവരുടെ ചുറ്റുമുള്ള എല്ലാം കാണാൻ സാധിക്കും. Okay, so that is about eyes of some animals, and this is our chapter light. So now we conclude our chapter and today's class also. So it is given, the summary is given in page number 211. What you have learned. Okay, so you just go through that, the summary of our chapter light, and you have to do the activities given in page number 212 and 213. 212 and 213. Okay, so there are 17 questions given to you, and you have to answer all that questions. Okay, try to do all that questions, and if you feel any difficulty, you can ask me. Okay, while doing these exercises, and if you feel any difficulty or doubts, you can ask me. Right? Okay, so complete that exercises and notes as soon as possible. Okay, so let me wind up, and hope you all understood this chapter light, and coming classes we may discuss a fresh lesson. And okay, so that is about this chapter, and we can meet in the coming classes. Take care and thank you.